ഹലോ. ചാപ്റ്റർ 12 ഷത്റഞ്ച് മേ മാത്. ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പാർട്ട് 1-ൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എക്സസൈസിലുള്ള കുറച്ച് പോർഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ബാത്ചീത് കേലിയെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതണം. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്കോ യഹ് നാടക് കൈസാ ലഗാ ഓർ ക്യോ? നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു നാടകം, ഈ ഒരു പ്ലേ ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടത്? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. यह नाटक मुझे अच्छा लगा क्योंकि यह रोचक है और तेनाली की बुद्धि दिखाता है. ഈ നാടകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൽ തെനാലിരാമന്റെ ഇന്റലിജൻസും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, आपने तेनालीरामन के किस्सों की तरह और किसके बुद्धिमानी के किस्से सुने हैं? उनमें से कोई एक सुनाइए. ഇപ്പോ തെനാലിരാമന്റെ ബുദ്ധിശക്തിയുടെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ കണ്ടതല്ലേ. ഇതുപോലെ വേറെ ഭയങ്കര വയസ്സായിട്ടുള്ള ആരുടെയൊക്കെ കഥകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക? മേനെ ബീർബൽ കെ ബുദ്ധിമാനി കെ കിസ്സേ സുനേ ഹെ. നിങ്ങളുടെ ചാപ്റ്ററിൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇതല്ലാതെ നിങ്ങൾ വേറെയും കഥകൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. थर्ड क्वेश्चन, तेनालीरामन की तरह क्या आपने भी कभी किसी कठिन परिस्थिति को संभाला है? यदि संभाला है तो कैसे? തെനാലിരാമൻ ഈ സ്റ്റോറിയിൽ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലും ഒരു കഠിൻ സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്ന് ഡിസ്കസ് ചെയ്യാം. यदि तेनालीरामन शतरंज का खेल जानते तो नाटक का अंत क्या होता? ഇവിടെ തെനാലിരാമന് ഷത്രഞ്ച് ചെസ് അറിയുണ്ടായിരുന്നില്ല അല്ലെ. അതുകൊണ്ടാണ് ഈ കഥ ഈ രീതിയിൽ പോയത്. ഇത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. തെനാലിരാമന് ചെസ് കളിക്കാൻ നന്നായിട്ട് അറിയുമായിരുന്നു. അവിടെ സഭയിലുള്ള ആളുകൾക്ക് തെനാലിരാമൻ അറിയോ ഇല്ലയോ എന്നൊന്നും അറിയാതെ വെറുതെ ബ്ലഫ് ചെയ്തിരുന്നതാണെങ്കിൽ ഈ കഥ എന്താവുമായിരുന്നു എൻഡിൽ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യും. सोचिए और लिखिए. निम्नलिखित प्रश्नों के उत्तर पाठ के आधार पर दीजिए. फर्स्ट क्वेश्चन, सभी दरबारी तेनालीरामन से ईर्ष्या क्यों करते थे? രാജാവിന്റെ കൊട്ടാരത്തിലുള്ള ദർബാറിലുള്ള ആളുകൾക്കൊക്കെ തെനാലിരാമനോട് എന്തുകൊണ്ടാണ് അസൂയയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. എന്തായിരുന്നു അതിന്റെ റീസൺ? सभी दरबारी तेनालीरामन से ईर्ष्या करते थे क्योंकि बिकॉज राजा उन पर बहुत विश्वास करते थे. രാജാവിന് തെനാലിരാമന് ഭയങ്കര വിശ്വാസമായിരുന്നു. ഓർ ഹമേശ ഉൻകി ബുദ്ധിക്ക് പ്രശംസ കർത്തേ ഥേ. എപ്പോഴും തെനാലിരാമന്റെ ബുദ്ധിന്റെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ദർബാരിയോ ने राजा से तेनालीरामन के बारे में क्या कहा? ഈ അസൂയാലുകളായ ദർബാരിയോ രാജാവിനോട് തെനാലിരാമനെ പറ്റി എന്താണ് പറഞ്ഞത്? ദർബാരിയോ ने राजा से कहा कि തെനാലിരാമൻ शतरंज के बहुत अच्छे खिलाड़ी है. തെനാലിരാമൻ ചെസ് കളിയില് വളരെയധികം പ്രഗത്ഭനായ ഒരു കളിക്കാരനാണ്. और उन्होंने बड़े बड़े खिलाड़ियों को हराया है. അതുപോലെ തന്നെ തെനാലിരാമൻ വലിയ വലിയ കളിക്കാരെ വരെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ദർബാരിയോ രാജാവിനോട് പറഞ്ഞത്. शतरंज खेलते समय राजा को तेनालीरामन पर क्रोध क्यों आ रहा था? ചെസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തെനാലിരാമനോട് രാജാവിന് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അല്ലേ. എന്തുകൊണ്ടായിരുന്നു അത്? राजा को क्रोध इसलिए आ रहा था क्योंकि तेनाली जानबूझकर गलत चालें चल रहे थे और खेल को ठीक से नहीं खेल रहे थे. തെനാലിരാമൻ അറിഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള കളി കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ശരിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി തെനാലിരാമന് കളി അറിയാത്തത് കൊണ്ടായിരുന്നു തെനാലിരാമൻ അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ രാജാവ് വിചാരിച്ചു തെനാലിരാമൻ ജാൻ ബൂജ്കർ അറിഞ്ഞുകൊണ്ട് തെറ്റായി കളിക്കുകയാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കളിക്കാതിരിക്കുകയാണ് എന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത്. തെനാലിരാമൻ ने मुंडन से बचने के लिए क्या चाल चली? മുടി വെട്ടിക്കളയാതിരിക്കാൻ വേണ്ടി തെനാലിരാമൻ എന്ത് ഐഡിയയാണ് പ്രയോഗിച്ചത്?
ഇതൊരു വലിയ ആൻസർ ആണ്. നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെയാണ് എഴുതി തന്നിരിക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പൊ ഇവിടെ तेनालीरामन ने कहा कि उन्होंने अपने बालों पर 5,000 അഷ്റഫിയാം ഉദാർ ലി ഹെ. രാജാവിനോട് പറഞ്ഞു തന്റെ മുടി വെച്ചിട്ട് 5,000 അഷ്റഫിയാം ലോൺ എടുത്തിട്ടുണ്ട്. ജബ് തക് വ കർജ് नहीं चुकाएंगे तब तक बाल नहीं कटवा सकते. ആ പൈസ തിരിച്ചു കൊടുക്കുന്നവരെ മുടി വെട്ടാൻ പാടില്ല എന്ന് രാജാവിനോട് പറഞ്ഞു. ജബ് രാജാനെ ഇസ്കാ സമാധാൻ കർ ദിയ. അപ്പൊ രാജാവ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പോ तब तेनाली ने कहा कि वह राजा को अपने पिता मानते हैं और पिता के जीवित रहते मुंडन करना अशुभ होता है. രാജാവിന് തെനാലിരാമൻ തന്റെ അച്ഛനെ പോലെയാണ് കരുതുന്നത്. അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മുണ്ടനം ചെയ്യാൻ പാടില്ല. ആ സമയത്ത് മുടി വെട്ടിക്കഴിഞ്ഞ രാജാവിന് എന്തെങ്കിലും ബാഡ് ആയിട്ട് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇസേ രാജാ പർ വിപത്തി ആ സക്തി ഹേ. രാജാവിന് എന്തെങ്കിലും അപകടം വരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജാവ് ഈ മുണ്ടൻ സ്റ്റോപ്പ് ചെയ്തു അല്ലെ. ഇത് നമുക്ക് ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെയും എഴുതാം. तेनाली ने कहा कि उन्होंने अपने बालों पर कर्ज लिया है इसलिए वे मुंडन नहीं करा सकते. ലോൺ എടുത്തതുകൊണ്ട് മുടി വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. फिर उन्होंने कहा അതിനുശേഷം പറഞ്ഞു राजा उनके पिता समान है और उनके जीवित रहने मुंडन करना अशुभ है. രാജാവ് പിതാവിനെ പോലെയാണ്. രാജാവ് ജീവിച്ചിരിക്കുമ്പോൾ മുണ്ടൻ ചെയ്യുന്നത് രാജാവിന് അപകടമാണെന്ന് പറഞ്ഞു. घर में खेले जाने वाले खेलों में आपको सबसे अच्छा खेल कौन सा लगता है? वह खेल कैसे खेला जाता है? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം ഏതാണെന്ന് പറയുക. ആ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്നും എഴുതുക. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഗെയിം ആയിരിക്കും ഇഷ്ടം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. मुझे घर में खेले जाने वाले खेलों में लूडो सबसे अच्छा लगता है. ലുഡോ ബോർഡ് കളിക്കാത്തവരുണ്ടാവില്ല അല്ലേ. ये पासा फेकर എന്ന് പറഞ്ഞാൽ ഡൈസ് എറിഞ്ഞിട്ട് खेला जाता है और अपने सभी गोटियों. ലുഡോ കളിക്കുന്ന സമയത്ത് പല കളറുകളിലായിട്ടുള്ള കരുക്കളുണ്ടല്ലേ. गोटियों को सुरक्षित रूप से घर तक पहुंचाना होता है. അതിനെല്ലാം കറക്റ്റ് ആയിട്ട് വീട്ടിൽ എത്തിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമിനെ പറ്റി നിങ്ങളും എഴുതണം. കിസ്നെ കിസ്സെ കഹ. ഈ ചാപ്റ്ററിലുള്ള ഓരോ സെന്റൻസുകൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇത് ആര് ആരോടാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ്, ശത്രഞ്ച് ക്യാ തെനാലിരാമൻ ശത്രഞ്ച് കെ ഷൗക്കീൻ ഹേ. ഇതാരായിരുന്നു പറഞ്ഞത്? തെനാലിരാമൻ ചെസ് കളിക്കുന്ന ആളാണോ, അതിൽ വലിയ താല്പര്യമുള്ള ആളാണോ എന്ന് ആരായിരുന്നു പറഞ്ഞത്? രാജാനെ ദർബാരിയോൻസെ. ഓർ യോ മേരാ ദാ. ഇതാ അടുത്തത് എന്റെ കളി, നോക്കിക്കോളൂ, അല്ലെങ്കിൽ എന്റെ സൈഡിൽ നിന്നുള്ളത് നോക്കൂ എന്നാരായിരുന്നു പറഞ്ഞത്? തെനാലിരാമനെ രാജാസെ. കളിക്കിടയിൽ പറഞ്ഞ ഒരു സെന്റൻസ് ആണ്. അരെ ഇത്നാ മഹാനാത്മിക മുണ്ടൻ, ഇത്രയും മഹാനായ ആളുടെ മുണ്ടനോ എന്ന് അത്ഭുതപ്പെട്ടതാരായിരുന്നു? നായിനെ രാജാസെ. മുടി വെട്ടുന്ന ആള് രാജാവിന്റെ അടുത്താണ് അല്ലെ. ഹാ മഹാരാജ് ബഡേ ബഡോങ്കോ മാത് ദീ ഹേ തെനാലിനെ. ഇങ്ങനെ രാജാവിനോട് ആരായിരുന്നു പറഞ്ഞത്? एक दरबारी ने राजा से. उठो उठो तुम्हें कोई दंड नहीं मिल रहा है എന്നാര് പറഞ്ഞു? രാജാനെ നായിസെ. പേടിച്ച് വരച്ച മുടി വെട്ടുന്ന ആളോട് രാജാവ് പറഞ്ഞു നിനക്കൊരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. ഭാഷാ की बात. दिए गए शब्दों का मिलान उनके समान अर्थ वाले शब्दों से कीजिए. ഇവിടെ ലെഫ്റ്റില് കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്, റൈറ്റിൽ അതിന്റെ മീനിങ്സ്. നമ്മൾ ഈ വേർഡ് മീനിങ്സ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രശംസ ബഡായി, യുക്തി ഉപായ് ഐഡിയ, മാത് ഹാർ അല്ലെങ്കിൽ തോൽപ്പിക്കുക, ഘാഗ് എന്ന് പറഞ്ഞ ചാലാക്, മാഹിർ എക്സ്പേർട്ട് ആയിട്ടുള്ള ആള്, കുശൽ, ന്യോത ആമന്ത്രൺ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ, ഇൻവൈറ്റ് ചെയ്യുക. मड़के में से उपयुक्त विशेषण चुनकर रिक्त स्थानों की पूर्ति कीजिए. ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ വിശേഷൻ ശബ്ദമാണ്. അതായത് അതിനെ ഓരോ വേർഡ്സിനെയും വിശേഷിപ്പിക്കുന്ന, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പൊ ഈ വേർഡ്സ് ഈ സെന്റൻസിൽ കൊടുത്തിട്ട് ഈ ബ്ലാങ്ക്സ് ഒക്കെ ഫിൽ ചെയ്യാം. ഫസ്റ്റ് ഡാഷ് ഖിലാഡി, ചതുർ ഖിലാഡി. ചതുർ ഖിലാഡിന്നോ അല്ലെങ്കിൽ
കുശൽ ഖിലാഡി എന്നോ ഒക്കെ എഴുതാം. ഇതിൽ പല വേർഡ്സിനും നമുക്ക് ഇത് മാറ്റി മാറ്റി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്താൽ മതി. ഖിലാഡി എന്ന് പറഞ്ഞാൽ ഗെയിമർ ആണ്. അപ്പൊ ബുദ്ധിമാനായ ഒരു ഗെയിമർ അല്ലെങ്കിൽ ഭയങ്കര കണ്ണിങ് അയച്ചുള്ള ഗെയിമർ എന്നൊക്കെ നമുക്ക് എഴുതാം. നെക്സ്റ്റ് രണ്ടും ചാൽ എന്നാണ്. ഗൂഡ് ചാൽ, നയി ചാൽ, കണ്ണിങ് അയച്ചുള്ള ഐഡിയ അല്ലെങ്കിൽ പുതിയ ഒരു ഐഡിയ, ഇതൊക്കെ യൂസ് ചെയ്യാം. തെനാലി, അഗെയിൻ നമുക്ക് ചതുർ തെനാലി, ബുദ്ധിമാനായ ഇന്റലിജന്റ് ആയിട്ടുള്ള തെനാലി. ആദ്മി, നെക്സ്റ്റ് ആദ്മി, മഹാൻ ആദ്മി. അഷ്റഫിയാം, 5000 अशरफियां. हर संवाद किसी न किसी मनोभाव को अभिव्यक्त करता है. उदाहरण के लिए തെനാലി, ചകിത്. ഇവിടെ തെനാലി എന്നതിന് ശേഷം ഇവിടെ ഒരു ബ്രാക്കറ്റിൽ ചകിത് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാണത്? ആ ഒരു സിറ്റുവേഷനിൽ ആ ആളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയായിരുന്നു? അയാൾ വളരെ വിഷമിച്ചിട്ടാണോ അത് പറഞ്ഞത്, എക്സൈറ്റഡ് ആയിട്ടാണോ പറഞ്ഞത്, സന്തോഷത്തോടെയാണോ പറഞ്ഞത് എന്നൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണ്ടേ? അതിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ തെനാലി, ചകിത്, അത്ഭുതത്തോടെ. ശത്രുഞ്ജ് ഓർ മേ, ഞാൻ ചെസ് കളിക്കാനോ? ശത്രുഞ്ജ് കെ വിഷയമേ മേ കുച്ച് നെയ് ജാൻത മഹാരാജ്. ഭയങ്കര അത്ഭുതത്തോടെ രാജാവിനോട് പറയാണ്. രാജ ക്രോധിത്, രാജാവ് പക്ഷെ ദേഷ്യത്തോടെയാണ്. മുझे सब पता है തെനാലി, എനിക്ക് എല്ലാം അറിയാം തെനാലി. ബാത് അബ് छिप नहीं सकती, ഇനി നിന്റെ കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ദർബാരിയോൻ സെ ക്യോ. അപ്പോ രാജാവ് ഇവിടെ ദേഷ്യത്തോടെയാണ്, തെനാലി രാമനാകെ അത്ഭുതത്തോടെയാണ് സംസാരിച്ചത്. ആ ബി നിമ്നലിഖിത മനോഭാവവും കോ സംവാദ് കെ രൂപ മേ ലിഖിയേ. ഇതുപോലെ നിങ്ങളും ഒരു ഫസ്റ്റ് സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓരോ ഇമോഷനിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇതിന്റെ ആൻസേഴ്സോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സംവാദം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. പ്രസന്ന, ഹാപ്പി ആയിട്ട് പറയാണ്. മേരി ഖോയി ഹുയെ പുസ്തക് മിൽ ഗയി ഹേ. ഇപ്പൊ ഒരു കുട്ടി പറയും, എന്റെ കളഞ്ഞുപോയ പുസ്തകം കിട്ടി, തിരിച്ചു കിട്ടി. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. ഇനി ചകിത് ആയിട്ട്, ചകിത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ അത്ഭുതത്തോടെ. അരെ യേ തോ ബഹുത് ബഡിയാ ഹേ. ഓ, ഇത് വളരെ നല്ല കാര്യം. ആവോ അബ് ഖേൽത്തേ ഹേ. ശരി, ഇനി നമുക്ക് കളിക്കാൻ പോവാം. ശാന്ത്, ശാന്തമായിട്ട്, കാമായിട്ട്. കൽ ഖേലെങ്കെ അഭി മുझे घर जाना है. നമുക്ക് നാളെ കളിക്കാം, ഇന്ന് എനിക്ക് ഇപ്പൊ വീട്ടിൽ പോകണം. ദുഃഖി, ഭയങ്കര വിഷമത്തോടെ. അരെ തും ജാ രഹേ ഹോ, തുമാരെ ബിനാ ഖേൽന അച്ഛാ നെയ് ലഗേഗാ. നീ വീട്ടിൽ പോവാണോ? നീ ഇല്ലാതെ കളിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. വളരെ വിഷമത്തോടെ പറയാം. ഇതുപോലെ നിങ്ങളും നിങ്ങളുടേതായ ചില സെന്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നീച്ചെ ദി ഗയി സൂചന കെ ആധാർ പർ നേ ശബ്ദോं का निर्माण कीजिए. ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതിനുള്ള ക്വസ്റ്റ്യൻസ് റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ആ. ഇവിടെ ഇനി ഒന്നും ഫില്ല് ചെയ്യാനില്ല. ആ എന്ന് പറഞ്ഞാൽ വരൂ എന്നാണ് അർത്ഥം. കിസിക്കോ ആനെ കേലിയെ കഹന, ആരോടെങ്കിലും ഒക്കെ വീട്ടിലേക്ക് വരൂ, വരൂ, ഇങ്ങോട്ട് വരൂ എന്നൊക്കെ ആ എന്ന് പറഞ്ഞാൽ മതി. ഇനി ആ ഡാഷ്, ജാന കാ വിപരീത് അർത്ഥവാല ശബ്ദ്. ജാന, പോവുക, അതിന് വരിക എന്നാണ് അല്ലെ ഓപ്പോസിറ്റ്. ആന. അപ്പൊ ഈ ആ ന ഇവിടെ ഫില്ല് ചെയ്യണം ബുക്കില്. ആ ഡാഷ് എർ, കിസിക്ക് പ്രതി കൃതജ്ഞത വ്യക്ത് കർണ, ആരോടെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു താങ്ക്സ് ഒക്കെ പറയാം. എങ്ങനെയാ അത്? ആഭാർ. അപ്പൊ ഇവിടെ ഭ എന്ന് ഫില്ല് ചെയ്യാം. ആ ഡാഷ് മ ഡാഷ്, കിസി വ്യക്തി യാ വസ്തു കാ ആന യാ പहुंचന. ആഗമൻ, ജോ ബഹുത് ജരൂരി ഹോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? ആവശ്യം എന്ന് ഈ സ്ഥലത്ത് ഫില്ല് ചെയ്യാം. शतरंज के प्रत्येक मोहरे की चाल अलग अलग होती है. शतरंज के मोहरों की चाल पता कीजिए और लिखिए. നിങ്ങളിൽ പല ആളുകൾക്കും ചെസ് കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയായിരിക്കും. എന്നാൽ കുറെ പേർക്കൊന്നും അറിയാനും സാധ്യതയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഓരോ കരുക്കളുടെയും പേരുകൾ പഠിക്കുക. അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നും പഠിക്കുക. നമുക്കിവിടെ നിന്ന് നോക്കാം. ഇതിന് പല രീതിയിൽ നമുക്ക് അതിന് പേര് വിളിക്കാറുണ്ട്. അതിന്റെ ഒറിജിനൽ പേരാണ് റൂക്ക്, നൈറ്റ്, ബിഷപ്പ്, കിങ്, ക്വീൻ, ബിഷപ്പ്, നൈറ്റ്. ഇതാണ് ഇതിന്റെ ഓർഡർ. ആൻഡ് ഇതൊക്കെ പോൺസ് അല്ലെങ്കിൽ നമ്മൾ കാലാളുകള്, സോൾജേഴ്സ് എന്നൊക്കെ പറയും. സോൾജർ, എലിഫന്റ്, ഹോഴ്സ്, ക്യാമൽ, മിനിസ്റ്റർ, കിങ്, ഇങ്ങനെയും അതിന് പേരുകളുണ്ട്. ഇതിൽ ഓരോന്നും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഗോഡെ കി ചാൽ. ഗോഡെ എന്ന് പറഞ്ഞാൽ
ഹോഴ്സ് അല്ലേ? ഇവിടെ ഇതാണ്. ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുക? ഇവിടെ നോക്കിയേ, ഇതിന് 1 2 ഒന്നുകിൽ ഈ സൈഡിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിലേക്ക്, ഇങ്ങനെയാണ് ഘോഡെ മൂവ് ചെയ്യുക. അതിന് ഢായി ഘർ കി ചാൽ എന്നാണ് പറയുക. ഇവിടെ ഘർ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ബോക്സസ് ആണ്. അപ്പൊ ഢായി ഘർ കി ചാൽ ആണ് ഘോഡെ കി ചാൽ. ഹാത്തി കി ചാൽ, ഹാത്തി ഏതാണ്? എലിഫന്റ് അല്ലേ? ഇതാണ് ഹാത്തി. എങ്ങനെയാ അത് മൂവ് ചെയ്യാ? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും അതിന് മൂവ് ചെയ്യാം. ചരിഞ്ഞിട്ടല്ല, നേരെ. ഇതിന്റെ ഫ്രണ്ടിലൊന്നും വേറെ കരുക്കളൊന്നും ഇല്ലെങ്കിൽ എവിടെ വരെ വേണമെങ്കിലും മൂവ് ചെയ്യാം. പക്ഷെ കരുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് വരെ അതിന് മൂവ് ചെയ്യാൻ പറ്റും. സീതി ചാൽ, ജിത്നെ ചായ ഉത്നെ ഘർ, എത്ര വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അതായത് സീതി ചാൽ, നേരെ. ഇനി മന്ത്രി, മിനിസ്റ്റർ അല്ലെങ്കിൽ ക്വീൻ, ഇതിനാണ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രി കി ചാൽ സീതി ഓർ തിർച്ചി ചാൽ, അതിന് സ്ട്രെയിറ്റ് ആയിട്ടും പോവാം, ചരിഞ്ഞിട്ടും പോവാം, എങ്ങനെ വേണമെങ്കിലും ഈ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ക്വീനിന് പോവാൻ പറ്റും. രാജാ കി ചാൽ, ഇനി രാജാവിനോ? ഏ ഘർ കിസി ബി ദിശാമേ, ഏത് ദിശയിലാണെങ്കിലും ഒറ്റ ഒരു കള്ളി, ഒറ്റ ഒരു തൊട്ടടുത്തുള്ള ഒരു ബോക്സിലേക്ക് അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഊണ്ട്, ഊണ്ട് എന്ന് പറഞ്ഞാൽ ക്യാമലാണ്, ബിഷപ്പ് എന്നൊക്കെ പറയും. അത് തിരിച്ചിച്ചാൽ, സൈഡിലേക്ക് ചരിഞ്ഞിട്ട്, ഈ ഒരു സൈഡിലേക്ക് വൈറ്റിലേക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളത് ബ്ലാക്കിലേക്ക് ചരിഞ്ഞു മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇനി പ്യാദെ, സിപ്പാഹി, ഈ കാണുന്ന സോൾജർ അല്ലെങ്കിൽ ആൾ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഏ ഘർ ആകെ, ഒറ്റ ഒന്ന് മുന്നോട്ടേ നീങ്ങാൻ പറ്റുള്ളൂ. മാർനെ കേലിയെ തിർച്ചാൽ ഏ ഘർ, അതിന് മുമ്പുള്ള ആളെ വെട്ടിക്കളയാൻ വേണ്ടി, അതിനുവേണ്ടി സൈഡിലേക്ക് ചരിഞ്ഞിട്ടാണ് വെട്ടുന്നത്. അതുപോലെ ആദ്യം തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിപ്പാഹിക്ക് 2 ബോക്സ് മുന്നോട്ട് സഞ്ചരിക്കും. चित्र के साथ खेल के नाम का मिलान कीजिए, साथ ही यह भी लिखिए कि आपकी स्थानीय भाषा में इस खेल को क्या कहते हैं. ഈ പറഞ്ഞിരിക്കുന്ന കളികളൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ നിങ്ങളുടെ ഭാഷയിൽ എന്താണ് പറയാ? ഫസ്റ്റ് ലട്ടു, ലട്ടു എന്ന് പറഞ്ഞാൽ ടോപ്സ് ആണ്, പമ്പരം എന്ന് മലയാളത്തിൽ പറയും. ഇനി സാപ് സീഡി എല്ലാവർക്കും അറിയാം. സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിം ആണ് ഇവിടെ ഉണ്ട്. അതിനെന്താണ്? പാമ്പും കോണിയും അല്ലെങ്കിൽ പാമ്പും ഏണിയും എന്നൊക്കെ മലയാളത്തിൽ പറയും. രാജാ മന്ത്രി ചോർ സിപ്പാഹി, കള്ളനും പോലീസും കളിക്കുക എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പൊ ഇതാണ് രാജാ മന്ത്രി ചോർ സിപ്പാഹി. ഗുട്ടേ കളിക്കുക എന്ന് പറഞ്ഞാൽ കല്ല് കളിയാണ്. അതിന് മലയാളത്തിൽ കൊത്തങ്കല്ല് കളി എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഇതിനൊക്കെ വേറെ വേറെ പേരുകളായിരിക്കും പറയാ. അതൊക്കെ അച്ഛനോടും അമ്മേനോടൊക്കെ ചോദിക്കണം. ഇനി അഷ്ടാചക്കൻ, ഈ ഒരു ഗെയിം ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് ഇതിന്റെ പേര് പറയുന്നതെന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവരും എക്സസൈസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.